മല്ലികാർജുന ജ്യോതിർലിംഗം. പാർവതി പരമേശ്വരന്മാർ ഒരുമിച്ചു ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ അതിവിശിഷ്ടമായ ജ്യോതിർലിംഗമാണ് മല്ലികാർജുന ജ്യോതിർലിംഗം. ആന്ധ്രാപ്രദേശിൽ ഇടതൂർന്ന നിത്യഹരിതവനങ്ങൾ കൊണ്ട് മനോഹരമായ പശ്ചിമഘട്ട മലനിരകളിലൊന്നിൽ ശ്രീഗിരി എന്നറിയപ്പെടുന്ന നല്ല മലയിലാണ് ഈ ജ്യോതിർലിംഗം സ്ഥാപിതമായിരിക്കുന്നത്. ഈ പ്രദേശം ശ്രീശൈലം എന്നറിയപ്പെടുന്നു. വലതുവശത്തുകൂടി കൃഷ്ണ നദി ഒഴുകുകയാണ്. കുറച്ചു ദൂരെ തുംഗഭദ്ര കൃഷ്ണയുമായി ചേരുന്നിടം ദക്ഷിണകാശി എന്നും പ്രസിദ്ധമാണ്. ഹിന്ദു പുരാണങ്ങളിൽ പലതിലും ഈ ജ്യോതിർലിംഗത്തെ പരാമർശിക്കുന്നുണ്ട്. അസുര രാജാവായ ഹിരണ്യകശിപു ഇവിടെ തപസ്സു ചെയ്തുകൊണ്ട് മല്ലികാർജുന സ്വാമിയെ പ്രാർത്ഥിച്ചുവെന്ന് പറയപ്പെടുന്നു. ത്രേതായുഗത്തിൽ ശ്രീരാമനും സീതാദേവിയും ഈ സ്ഥലം സന്ദർശിച്ചിരുന്നതായി സ്കന്ദപുരാണത്തിൽ സൂചനയുണ്ട്. ദ്വാപരയുഗത്തിൽ പാണ്ഡവ സഹോദരന്മാർ വനവാസകാലത്ത് ഇവിടെ എത്തിയിരുന്നതായി പറയപ്പെടുന്നു. ഇപ്പോൾ കലിയുഗത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ പ്രാധാന്യം 10 മടങ്ങ് വർദ്ധിച്ചു വരികയാണ്. ഈ ജ്യോതിർലിംഗത്തിന് സമീപമുള്ള ഭ്രമരാംബ ദേവിയുടെ ക്ഷേത്രവും അതിവിശിഷ്ടമായി കണക്കാക്കപ്പെടുന്നു. ദേവിയുടെ 18 മഹാശക്തിപീഠങ്ങളിൽ ഒന്നാണ് ഇത്. ഈ ജ്യോതിർലിംഗത്തെപ്പറ്റി ധാരാളം കഥകൾ പ്രസിദ്ധമാണ്. എന്നാൽ ശിവപുരാണത്തെ ആധാരമാക്കിക്കൊണ്ട് പിപ്ലാദ മഹർഷിയാൽ പറയപ്പെട്ട കഥയാണ് നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കാൻ പോകുന്നത്. മഹാദേവന്റെ പ്രഥമപുത്രൻ കാർത്തികേയനുമായി ബന്ധമുള്ളതാണ് ഈ കഥ. ഒരിക്കൽ വിശ്വരൂൻ എന്ന പ്രജാപതിക്ക് തൻ്റെ പുത്രിമാരായ ബുദ്ധിയെയും സിദ്ധിയെയും ശിവപാർവതി പുത്രനായ ശ്രീ ഗണേശന് വിവാഹം കഴിച്ചു കൊടുക്കുവാനുള്ള ആഗ്രഹമുണ്ടായി. അദ്ദേഹം കൈലാസത്തിലെത്തി മഹാദേവന് സമീപം തൻ്റെ ഇച്ഛയെ അറിയിച്ചു. മഹാദേവൻ പറഞ്ഞു, സദ്ഗുണസമ്പന്നരായ ഈ കന്യകമാരെ പുത്രവധുക്കളായി പ്രാപ്തമാക്കുന്നത് സൗഭാഗ്യം തന്നെയാണ്. പാർവതീദേവിയും ആ പ്രസ്താവനയെ അംഗീകരിച്ചു. എന്നാൽ മൂത്ത പുത്രനായ കാർത്തികേയന്റെ വിവാഹം നടത്തുന്നതിന് മുൻപായി അനുജനായ ഗണേശന്റെ വിവാഹം നടത്തുന്നത് അനുചിതമായിരിക്കുമെന്നായിരുന്നു ദേവിയുടെ അഭിപ്രായം. ദക്ഷിണദേശത്തിൻ്റെ സംരക്ഷണം പിതാവ് തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്നും ഉത്തരവാദിത്വങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വിവാഹം തടസ്സമാകും എന്നുമായിരുന്നു കാർത്തികേയന്റെ അഭിപ്രായം. എന്നാൽ അദ്ദേഹം തൻ്റെ പ്രിയ അനുജന്റെ ജീവിതത്തിലെ ശുഭകാര്യങ്ങൾക്ക് തടസ്സമാകുവാനും ആഗ്രഹിച്ചില്ല. മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കുമാരൻ കൈലാസത്തെ ഉപേക്ഷിച്ച് യാത്ര തിരിച്ചു. ഈ വിവരം അറിഞ്ഞ ഗണേശൻ തൻ്റെ വിവാഹം ജ്യേഷ്ഠന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തു. മഹാദേവൻ കാർത്തികേയനെ തിരിച്ചു കൊണ്ടുവരുവാനായി പുറപ്പെട്ടു. ക്രൗഞ്ച പർവ്വതത്തിനു സമീപം അദ്ദേഹം പുത്രനെ കണ്ടുമുട്ടി. മഹാദേവൻ കാർത്തികേയനോട് പറഞ്ഞു, ദക്ഷിണദേശത്തോടുള്ള നിന്റെ ഉത്തരവാദിത്വങ്ങൾ പാലിക്കുന്നതിൽ നീ കാണിക്കുന്ന ശ്രദ്ധയിൽ നമുക്ക് സന്തോഷമുണ്ട്. എന്നാൽ അതോടൊപ്പം തന്നെ നീ നിന്റെ വ്യക്തിപരമായ ഉത്തരവാദിത്തങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട് കുമാര. കാർത്തികേയൻ മറുപടി പറഞ്ഞു, നാം അതുതന്നെയാണ് ചെയ്യുന്നത് പിതാവേ. കൈലാസത്തിൽ തന്നെ വസിക്കുകയാണെങ്കിൽ ഗണേശന്റെ വിവാഹ ശുഭവേളയിൽ എല്ലാവർക്കും അത് ദുഃഖകരമാകുന്നതാണ്. മഹാദേവൻ പറഞ്ഞു, സമസ്യകളെ അഭിമുഖീകരിക്കുന്നതിനു പകരം അവയിൽ നിന്നും പലായനം ചെയ്യുന്നതാണ് സമസ്യകൾക്കുള്ള പരിഹാരമെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ അവസ്ഥ എന്തായിത്തീരും കാർത്തികേയ? നിനക്കറിയാവുന്നതാണ്, യുദ്ധഭൂമിയിൽ നിന്നും അകന്നു പോകുന്നതിലൂടെ വിജയം കരസ്ഥമാക്കുവാൻ സാധിക്കുകയില്ല. വ്യക്തിബന്ധങ്ങളിൽ നിന്നുത്ഭവിക്കുന്ന യുദ്ധങ്ങൾ ഓരോ വ്യക്തിയും നേരിടേണ്ടി വരുന്നതാണ്. നീ ഇവിടേക്ക് വന്നതിനാൽ നിന്റെ അനുജൻ നിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ വിവാഹം കഴിക്കൂ എന്ന നിർണയം സ്വീകരിച്ചിരിക്കുകയാണ്. ഇനി എന്തു ചെയ്യുമെന്ന് അറിയാനാകാതെ കാർത്തികേയൻ വിഷമിച്ചു. അവൻ മാതാവിൻ്റെ അഭിപ്രായം അറിയുവാൻ ആഗ്രഹിച്ചു. പാർവതീദേവി ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യുവാൻ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്.
എന്നിരുന്നാലും അനുജന്റെ വിവാഹത്തിൽ നീ പങ്കുചേരണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നീ കൈലാസത്തിലേക്ക് വരാതെ ഇവിടെ തന്നെ തുടരുവാൻ തീരുമാനിക്കുകയാണെങ്കിൽ ഒരു മാതാവിൻ്റെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റുന്നതിൽ നാം പരാജയപ്പെട്ടു എന്ന ദുഃഖം ഉണ്ടാകുന്നതാണ്. കാർത്തികേയൻ മാതാപിതാക്കളോടൊപ്പം കൈലാസത്തിലേക്ക് മടങ്ങുവാൻ തയ്യാറായി. ശിവപാർവതിമാർ വളരെ സന്തോഷിച്ചു. പുത്രനെ തിരിച്ചു കിട്ടിയ സ്ഥലത്ത് സദാ തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് മഹാദേവൻ പ്രസ്താവിച്ചു. ദേവി പറഞ്ഞു, ഞങ്ങൾ ഇവിടെ മല്ലികാർജുന ജ്യോതിർലിംഗ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പൗർണമി, അമാവാസി ദിവസങ്ങളിൽ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഇഷ്ടവരപ്രാപ്തി ഉണ്ടാകുന്നതുമാണ്. മല്ലിക എന്നാൽ ദേവി പാർവതിയും അർജുനൻ ശ്രീ മഹാദേവനുമാകുന്നു. AD 2-ാം നൂറ്റാണ്ടിൽ ചാലൂക്യ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് എന്ന് പറയപ്പെടുന്നു. പിന്നീട് വന്ന പല ഹിന്ദു രാജാക്കന്മാരും ക്ഷേത്രത്തെ സംരക്ഷിക്കുകയും മോടി പിടിപ്പിക്കുകയും ചെയ്തു വന്നു. മുഗൾ ഭരണകാലത്ത് ഇവിടെ പൂജ നിഷേധിക്കപ്പെട്ടു. ക്ഷേത്രം അടച്ചിടുകയും ചെയ്തു. ഭാരതം സ്വതന്ത്രമായതിനു ശേഷം 1949 ക്ഷേത്ര ഭരണ സമിതി ഈ ക്ഷേത്രത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത് നടത്തുവാൻ തുടങ്ങി. മഹാശിവരാത്രി പ്രധാനപ്പെട്ട ഉത്സവമാണ്. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾ ഓം നമഃശിവായ മന്ത്രോച്ചാരണത്തോടെ മല്ലികാർജുന സ്വാമിയെ വണങ്ങി കൃതാർത്ഥരാകും.